ഇവിടെ സ്വാഭാവികമായിട്ട് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയില് 143 കോടിയോളം 150 കോടിന്റെ അടുത്ത് മനുഷ്യർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. കണക്ക് നോക്കുകയാണെങ്കിൽ 6ൽ 1 ആൾക്ക് ഡയബറ്റിക് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള, ഷുഗർ ഉണ്ട് എന്നുള്ള. ഇന്ത്യ എന്ന രാജ്യത്ത്, വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ മാത്രം 6ൽ 1 ആൾക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ എത്രത്തോളം അതിന്റെ ബുദ്ധിമുട്ട് നമ്മളെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വീട്, നമ്മളെ പരിസരം, നമ്മളെ വീട്, അയൽപക്കം, അതുപോലെ ഫാമിലി, എല്ലാ വീട്ടിലും മിനിമം ഒരു 5-6 ആളുകൾ ഉണ്ടാവാം അല്ലെ? സ്വാഭാവികമാണ്. മക്കളും ഉപ്പയും വല്യപ്പയും അതുപോലെ തന്നെ വല്യമ്മയും അതുപോലെ അച്ഛനമ്മമാർ ഇങ്ങനെ എല്ലാം കൂടി ചേരുമ്പോ മിനിമം ഒരു 6 ആള് എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. പക്ഷെ അതിൽ ഒരു വ്യക്തിക്ക് എന്താണ്, ഡയബറ്റിക് ഉണ്ട് എന്ന് പറയും. അത് അവര് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും കാരണവശാൽ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ അവർ ആ പ്രശ്നത്തെ ഏറ്റ് അങ്ങനെ പോകും, പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ അങ്ങനെ പോകും. കുറെ കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു സമയത്ത് പിന്നെ അതിനുള്ള കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ശരീരത്തിലൊക്കെ ജന്മന എന്താണ് ഈ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ഇതൊക്കെ ഉണ്ടാവാൻ കാരണം? എന്താണ് ഡയബറ്റിക്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്രേ ഉള്ളൂ. ഞാനും നിങ്ങളൊക്കെ ഒരു ദിവസം 3-4 നേരം ഭക്ഷണം കഴിക്കും. രാവിലെ കഴിക്കൂ, ഒരു 10 മണിയാകുമ്പോൾ കഴിക്കൂ, ഉച്ചക്ക് കഴിക്കൂ, വൈകിട്ട് കഴിക്കൂ, അത് കഴിഞ്ഞിട്ട് നൈറ്റിൽ വീണ്ടും കഴിക്കും. ഈ സമയത്തൊക്കെ നമ്മളെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പല രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ കൂടുതൽ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള, മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാവാം അല്ലെ? ഈ രീതിയിലുള്ള ഫുഡൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ സംബന്ധിച്ച് ഒരു നേരം അല്ലെങ്കിൽ ഒരു 2 സമയം നമ്മൾ അരിഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മളെ ശരീരത്തിൽ ആവശ്യത്തിനും അധികം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നില്ല. ഈ കാർബോഹൈഡ്രേറ്റിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് എന്താണ്, എനർജി നിലനിർത്താൻ, നമ്മളൊരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് എന്താ പറയാ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്, പ്രയാസം, വിശപ്പൊന്നും ശരീരത്തിൽ കാണിക്കാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ജോലി നല്ല രീതിയിൽ എനർജറ്റിക്കോട് കൂടി ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുന്നത് കാർബോഹൈഡ്രേറ്റ്, അന്നജം, അരിഭക്ഷണം, അതുപോലെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അതിൽ പെട്ടിട്ടുള്ള. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ വിഷമൊക്കെ മാറിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, പോകുന്ന യാത്രയിലൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഒരു സപ്പോർട്ടിങ് എലമെന്റ് ആണ്. പക്ഷെ ഈ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ, അപ്പൊ നമ്മളൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, 2-3-4 നേരമൊക്കെ നമ്മൾ അരിഭക്ഷണം കഴിക്കും, പ്രത്യേകിച്ച് മലയാളീസ്. ഇത് കഴിക്കുമ്പോൾ കൂടുതൽ വരുന്ന കാർബോഹൈഡ്രേറ്റ് അതെന്തായി മാറും, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡിലേക്ക് ഈ ഒരു ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി എന്തുണ്ട്, പാൻക്രിയാസ് ഗ്രന്ഥി പറഞ്ഞൊരു ഗ്രന്ഥി ഉണ്ട്. ആ ഗ്രന്ഥിയിൽ ബീറ്റാ സെല്ലിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഈ അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവിടെ എന്ത് വരും, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഡയബറ്റിക് എന്ന് പറഞ്ഞ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ നമ്മൾ 2-3-4 നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെല്ലാവരും മധുരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, കൂടുതൽ മധുരം നമ്മൾ ഇഷ്ടപ്പെടും. ഈ കൂടുതൽ മധുരം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെയും അത് കഴിഞ്ഞിട്ട് ഒരു 10 മണി ആകുമ്പോഴും വൈകിട്ടും ഒക്കെ നമ്മൾ മധുരം ഇട്ടിട്ടുള്ള ചായ, കോഫി എല്ലാം കഴിക്കും. അതുപോലെ തന്നെ കൂടുതൽ പഴുത്ത ഫ്രൂട്ട്സുകൾ കഴിക്കും. പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, മധുരമുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഇതുപോലെ ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ചെറിയ രീതിയിലുള്ള വലിയ രീതിയിൽ വർദ്ധിക്കും. അപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ മാത്രമേ ഇൻസുലിനെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇൻസുലിൻ. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ നമ്മളെ വീട്ടിലും പരിസരത്തും അല്ലെങ്കിൽ നമ്മളൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന സാധനമാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ എന്തുണ്ട്, അത് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് എന്തായിട്ട് മാറും, ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടണം. അതുപോലെ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിന് ശരീരത്തിൽ എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യേണ്ടത് ആ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം.
സ്വാഭാവികമായിട്ട് അതില്ലാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. ഇൻസുലിൻ ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ആളാണെങ്കിൽ ആ വണ്ടി നേരായ റൂട്ടിൽ പോകണമെങ്കിൽ നമ്മളെ ഒരു ശ്രദ്ധ എവിടെ വേണം? അവിടെ വേണം അല്ലെ? നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമല്ലേ വണ്ടി നേരാവണ്ണം പോകുള്ളൂ. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ജീവിതശൈലി, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ, അതുപോലെ റേഡിയേഷൻ, ടെൻഷൻ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കുന്നുണ്ട്? ജീവിതശൈലി പ്രോബ്ലംസ്. ജീവിതശൈലി നമ്മൾ ചേഞ്ച് ആക്കുമ്പോൾ ജീവിതശൈലി പ്രോബ്ലംസ് വരും. സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗൻസിനൊക്കെ ഡാമേജ് വരും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഡാമേജ് വരും. ഈ ഡാമേജിന്റെ ഭാഗമായിട്ട് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിന് എങ്ങനെയാണോ ശരീരത്തിൽ എന്താണോ ഡ്യൂട്ടി അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സ്വാഭാവികമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യാൻ ഇൻസുലിനെ കൊണ്ട് സാധിക്കാതെ വരും. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ടാവും? നമ്മൾ ഡയബറ്റിക് എന്ന് പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് വരും. ഇങ്ങനത്തെ സമയത്താണ് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ നമുക്ക് നല്ല ക്ഷീണം വരാം. അതുപോലെ തന്നെ കണ്ടിന്യൂ മൂത്രമൊഴിക്കാനുള്ള, യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ഷീണം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ് കൂടുതലായിട്ട് വരും. അതുപോലെ നമുക്ക് എന്താ പറയാ, കൂടുതൽ മധുരമുള്ള ഫുഡിനോട് കഴിക്കാനുള്ള ഒരു ആസ്തി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ, തല കറങ്ങുന്ന മാതിരി തോന്നും, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ശരീരത്തിൽ വരും. ആ ഒരു സമയത്താണ് നമ്മൾ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ടാവും. ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള പ്രശ്നം ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഡോക്ടർ പറയും, നിങ്ങളൊരു കണ്ടിന്യൂ ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ടുണ്ട്, നിങ്ങളൊരു മരുന്ന് കഴിക്കണം, ഇനി മരുന്ന് കഴിച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്ത് ജീവിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറയും. അത് കാലാകാലം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ആദ്യം ഒരു പൊട്ട് കുളിക്കൽ തുടങ്ങും, പിന്നെ അത് 1 ആവും, പിന്നെ അത് 2 ആവും, 3 നേരം മെഡിസിൻ ആവും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇൻസുലിൻ ആവും, 10 ആവും, 15 ആവും, 20 ആവും, 30 ആവും, ലാസ്റ്റ് 40, 50 എത്തും. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂ നമ്മുടെ ശരീരത്തിലേക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വരും. കാരണം ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശരീരത്തിന് പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ മരുന്ന് കൊണ്ട്, മെഡിസിനെ കൊണ്ട്, സിന്തറ്റിക് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ചെയ്യാത്ത ഡ്യൂട്ടി മെഡിസിനെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് മെഡിസിൻ ഒരു പ്രത്യേകത ഉണ്ട്. മെഡിസിൻ കഴിച്ചാൽ ബ്ലഡ് കൺട്രോളിലേക്കൊക്കെ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ രാവിലെ ഉച്ചക്കും വൈകിട്ടൊക്കെ കഴിക്കുമ്പോൾ അന്നാന്നത്തെ ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്തെടുക്കാൻ ഈ മെഡിസിൻ സാധിക്കും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, മെഡിസിൻ സിന്തറ്റിക് ആണ്, നിർമ്മിതിയാണ്. ദൈവം കറക്റ്റ് പടച്ച് ഭൂമിയിൽ തന്നിട്ടുള്ള സംഗതിയിൽ നിന്ന് മനുഷ്യനായിട്ട് പലതും കണ്ടെത്തിക്കാണ്ട് ചെയ്യുന്ന സംഭവമാണ് എന്ത്? മെഡിസിൻ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. മെഡിസിൻ നമുക്ക് ആശ്വാസം തരും, പരിഹാരം തരൂല. ആശ്വാസം, ഗുണം കിട്ടും, പക്ഷെ ഗുണത്തെക്കാളേറെ ദോഷവും തരും. കാരണം അതിൽ സിന്തറ്റിക് ആണ്, നിർമ്മിതിയാണ്. സിന്തറ്റിക് ആയിട്ടുള്ള എന്തൊരു സാധനം ചെറിയ പൈസ കൊടുത്താൽ മതി, 1 രൂപ 2 രൂപ കൊടുത്താൽ നമുക്ക് മെഡിസിൻ കിട്ടും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് കെമിക്കൽ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ സ്വാഭാവിക പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിസിൻ ആഫ്റ്റർ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ഈ ആഫ്റ്റർ സൈഡ് എഫക്ട് എങ്ങനെ വരിക? ആദ്യം നമ്മളെ കണ്ണിനെ ബാധിക്കും, കാഴ്ചക്കുറവ് വരും. രണ്ടാമത് നമ്മുടെ ബ്രെയിനെ, ടോട്ടൽ ബോഡിയെ ബാധിക്കും, സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല ക്ഷീണം വരും. മൂന്നാമത് നമ്മൾ നരമ്പുകളെ ബാധിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? നരമ്പുകളെ ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ പറയാ, ചെറിയ പരിപ്പ് ഒക്കെ വന്നാൽ അത് പഴിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ തരിപ്പ്, കടച്ചിൽ, വേദന പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. നാലാമത് നമ്മളെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. നമുക്ക് സ്വാഭാവികമായിട്ട് ചെറിയ മക്കളെ ചെറിയ ആളുകൾ, കല്യാണം കഴിഞ്ഞ പ്രായക്കാരാണെങ്കിൽ പോലും അവർക്ക് കുട്ടികളൊക്കെ ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വരും. അഞ്ചാമത് നമ്മളെ കിഡ്നിയെ ബാധിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിന്യൂ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, 3, 4, 5 വർഷം കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. പക്ഷെ മെഡിസിന് പ്രത്യേകത ഉണ്ട്. അത് 30ാമത്തെ വയസ്സിലാണ് നമുക്ക് ഡയബറ്റിക് കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് നമ്മൾ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ, നമ്മൾ മരിക്കുന്നത് 70ാമത്തെ വയസ്സിലാണെങ്കിൽ ഈ 40 വർഷം മെഡിസിൻ കഴിക്കേണ്ടി വരും. ഈ 40 വർഷത്തിന്റെ ഇടയിൽ ഒരു 30, 35, 40 ഏജ് ആകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്ന് നമ്മളെ പരീക്ഷിക്കും, അല്ലെ? സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്ന് നമ്മളെ പരീക്ഷിക്കും, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്ന് നമ്മളെ പരീക്ഷിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിവിധി ഈ ഭൂമിയിൽ തന്നെ കണ്ടെത്തണം, ഉപയോഗിക്കണം. അങ്ങനെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റിക് എന്നാണ് പ്രോബ്ലംസ്. ഈ പ്രശ്നത്തിന് ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്, റെമഡീസ് ഉണ്ട്. ആയുർവേദം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയുർവേദ കാറ്റഗറിയിൽ വരുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ലോകത്തെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വെൽനസ് കാറ്റഗറി. എന്താണ് ആയുർവേദത്തിന്, അഡ്വാൻസ് ആയുർവേദത്തിന്റെ പ്രത്യേകത? ആരോഗ്യമുള്ള ആളുകൾക്ക് ആരോഗ്യം നിലനിർത്താനും നഷ്ടപ്പെട്ട ആളുകൾക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും ഒരുപോലെ സപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ മെഡിസിൻ കാറ്റഗറിയിലെ വരുന്നുണ്ടാകുക, ഫുഡ് കാറ്റഗറിയാണ് ഇവിടെ വരുന്നുണ്ടാകുക.
ഈ ഒരു മേഖലയിൽ ഇപ്പൊ നമ്മളെ കമ്പനി വർക്ക് ചെയ്യുന്നില്ല, ഇൻഡസ്ട്രിയോ വർക്ക് ചെയ്യുന്ന ആ ഒരു മേഖലയിലാണ്. ഇൻഡസ്ട്രിയോ പരിചയപ്പെടുത്തുന്ന നമ്മളെ ഹെർബൽ കോഫിയാണ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? ഇത് ഒരിക്കലും മെഡിസിൻ അല്ല. ഇത് ശരീരത്തിലേക്ക് അന്നാന്ന് നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മൂലകങ്ങളെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു ഹെർബൽ കോഫിയാണ്. ഇന്ന് എങ്ങനെയാണ് ഈ ഒരു കോഫി നമ്മളെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം അതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന ഏകനായകം. ഏകനായകത്തിന്റെ പ്രത്യേകത എന്താ? 3000 വർഷങ്ങൾക്ക് മുന്നേ ചരക മഹർഷി അല്ലെ, ആയുർവേദത്തിന്റെ ഗുരുവായിട്ടുള്ള ചരക മഹർഷി ചരക സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഏകനായകം എന്ന് പറഞ്ഞിട്ടുള്ള പൊൻകരണ്ടി, മലയാളത്തിൽ പറയാണ് പൊൻകരണ്ടി. അതിന്റെ ശാസ്ത്രീയ ഇതാണ് സാൽസിറ്റാൽ എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏകനായകത്തിന്റെ ഒരു പ്രത്യേകത അത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിലും അതുപോലെ സിലോണിലും ശ്രീലങ്കയിലൊക്കെയാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തൊക്കെയാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഈ ഒരു ഏകനായകം 3000 വർഷങ്ങൾക്ക് മുന്നേ ഇതിനെപ്പറ്റി ചരക സംഹിതയിൽ പറയുന്നുണ്ട്. അതിന്റെ വേര് തിളപ്പിച്ച വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എത്ര പാക്കറ്റ് ചെന്ന എത്ര ഹൈ ലെവലുള്ള ഡയബറ്റിക് ഷുഗറിനെയും കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ ഈ സാധനം കിട്ടാനൊന്നുമില്ല. ഇനി കിട്ടിയാൽ പോലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നല്ല ചവർപ്പുള്ള ഒരു സാധനം, നല്ല കയ്പുണ്ടോ. കയ്പുള്ള ഫുഡ് ഒരിക്കലും നമുക്ക് കണ്ടിന്യൂ കഴിക്കാൻ പറ്റില്ല. ഒരു നേരമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ചടയ്ക്കും. ഇനി അതല്ല, ഒരു ദിവസം 2 ദിവസം നമ്മൾ കണ്ടിന്യൂ കഴിച്ചാൽ തന്നെ പിന്നെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മറ്റുള്ളതിനൊന്നും ടേസ്റ്റ് തോന്നില്ല. നമുക്ക് എനി ടൈം കയ്പ് രുചിയാവും നമ്മുടെ ശരീരത്തിൽ, നാവിന് ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നമ്മൾ ആ സംഭവമാണ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താ പറയുക ഏകനായകം ഉപയോഗിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ഇവിടെയാണ് നമ്മളെ കമ്പനി ചെയ്ത് ഏകനായകത്തിൽ നിന്ന് എന്താണോ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിനെ വേർതിരിച്ച്, അതാണ് നമുക്ക് ഈ സാൽസിറ്റ എന്ന ഒരു പാറ്റന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അതിനെ വേർതിരിച്ചിട്ട് നമ്മളെ കമ്പനി എന്താ പറയാ നമ്മൾ ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റിൽ ഒരു പാറ്റന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച്, ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഓൾറെഡി ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിന് എന്താണ് ശരീരത്തിൽ ചെയ്യേണ്ടത്, ഡ്യൂട്ടി എന്താണോ അത് കറക്റ്റ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അത് മാത്രമല്ല, ശരീരത്തിൽ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാത്ത ഒരു അവസ്ഥയാണ് ശരീരത്തിൽ ഉണ്ടായെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ 1 ദിവസം 2 ദിവസം കൊണ്ടല്ല, ഒരു കുറഞ്ഞ സമയം എടുത്തിട്ട് ഒരു 120 ദിവസത്തോളം സമയം എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ നല്ല രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാനുള്ള ഒരു സപ്പോർട്ടിങ് എലമെന്റ് നമ്മൾ ഈ ഏകനായകം എന്ന് പറഞ്ഞ കണ്ടന്റ് കൊടുക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ഐ കോഫിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഏകനായകം. കണ്ടിന്യൂ ശരീരത്തിലേക്ക് ഈ ഒരു സംഭവം എത്തുമ്പോൾ നമ്മൾ തകർന്നു പോയ പാൻക്രിയാസിനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ശരീരത്തെ മാറ്റിയെടുക്കാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ എന്താണ്, ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ശരീരം അതിലേക്ക് എത്തുന്നുണ്ടോ. മറ്റത് സിന്തറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സൈഡ് എഫക്ട് വരുന്നത്. നാച്ചുറൽ ആയിട്ട് നമ്മളെ ശരീരം ചെയ്യേണ്ട ഡ്യൂട്ടിയിലേക്ക് നമ്മളെ ശരീരത്തിനെ തന്നെ തിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൈഡ് എഫക്ട് ഒന്നും വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിൽ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് എന്ത്, നായ്ക്കരണം. എന്താ നായ്ക്കരണത്തിന്റെ പ്രത്യേകത? പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ വീടിന്റെ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു സംഭവമാണ് അല്ലെ. നമ്മളൊക്കെ എന്താ ചെയ്യല്, അത് ഈ ആളുകളെ മേത്തൊക്കെ ആക്കിയിട്ട് ചൊറിയിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. എനിക്കൊക്കെ അറിയാം, എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും നമുക്ക് കാണാനില്ല. പക്ഷെ അതിന് വലിയ രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. എന്താണ് അതിന്റെ മെയിൻ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരു 5 മുതൽ 10, 15, 20 വയസ്സ് വരെയുള്ള യുവാക്കളിൽ അവരെ നാഡീവ്യൂഹം വളരെ പെർഫെക്റ്റ് ആണ്. അവർ ഏതിനും ദൃഢതായിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തികളാണ്. പക്ഷെ കുറഞ്ഞ സമയം കഴിയുമ്പോൾ നമ്മളെ നാഡീവ്യൂഹത്തെ പ്രത്യേകിച്ച് എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറയും. സ്വാഭാവികമായിട്ട് പല രീതിയിലുള്ള ഡാമേജുകൾ, നമ്മളെ ജോലി ഭാരങ്ങൾ ഇതൊക്കെ വരുമ്പോൾ, അതുപോലെ ജീവിതശൈലിയൊക്കെ മാറുമ്പോൾ, അതുപോലെ ഈ ഒരു ഡയബറ്റിക് എന്ന് പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കണ്ടിന്യൂ മെഡിസിൻ കഴിക്കുമ്പോൾ ഒക്കെ ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ നാഡീവ്യൂഹത്ത് എന്താവും, ബ്ലഡ് സർക്കുലേഷൻ ഒന്നും എത്താത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് പമ്പ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ ശരീരം നാഡീവ്യൂഹങ്ങൾക്ക് കുഴയുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദാമ്പത്യ പ്രോബ്ലംസ്, പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം മനുഷ്യരിൽ അല്ലെ ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മൾ ദാമ്പത്യം എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവിടെയാണ് നമ്മളെ നാഡീവ്യൂഹത്തെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ടോട്ടൽ ബോഡിയിൽ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഏകനായകം എന്ന് പറഞ്ഞിട്ടുള്ള എന്താ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നായ്ക്കരണം അല്ല, ഏകനായകല്ല, നായ്ക്കരണം.
കപ്പിക്കാച്ചു എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടാവും. ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലോകത്തുള്ള എല്ലാ എന്താ പറയാ ഈ ഒരു ദാമ്പത്യ പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റുകളും അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു നായ്ക്രണം എന്ന് പറയുന്നത്. അത് നമ്മളെ ഐ കോഫിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ സംഭവിക്കുക എന്താ? കണ്ടിന്യൂ കുറഞ്ഞ സമയം ശരീരത്തിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എത്തുമ്പോൾ നമ്മളെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കും, ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും, വളരെ നല്ല രീതിയിൽ നമുക്ക് യൗവനത്തിലേക്ക് നമ്മൾ ആരോഗ്യത്തെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിൽ മൂന്നാമതായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എന്ത്? കാപ്പിക്കുരു, കോഫി ബീൻ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇനി ഇന്ത്യയിലെ കുടകിൽ നിന്നുള്ള, കൂർഗ് എന്ന് പറയുന്ന അവിടെ നിന്നുള്ള കോഫി ബീൻ ആണ് ലോകത്തെ ഏറ്റവും നമ്പർ 1 ഹെർബൽ കോഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നമ്പർ 1 കോഫി ബീൻ ആയിട്ട് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു കോഫി ബീനാണ് നമ്മൾ ഐ കോഫിയിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഗുണം എന്താ? കോഫി ഇല്ല, അപ്പൊ നമ്മളൊക്കെ കോഫി കഴിക്കുമ്പോൾ അത് രാവിലെ ചായ കുടിക്കുന്നു, അതുപോലെ തന്നെ കോഫി കഴിക്കുന്നതൊക്കെ എന്തിനാ? നമുക്കൊരു ഉന്മേഷം കിട്ടാൻ, ഒരു ഉഷാറ് വരാൻ അല്ലെ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഫിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന യാത്രയിൽ, അതുപോലെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്, അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ലെവൽ, ആ എനർജി ലെവൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ കുടകിൽ നിന്നുള്ള ലോകത്തെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കോഫി ബീനാണ് നമ്മൾ ഐ കോഫിയിൽ ഉപയോഗിച്ചത്. അതിന്റെ ഒരു ഗുണം എന്താണ് സംഭവിക്കുക? നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡ്രൈവറാണ്, അതല്ലെങ്കിൽ നമ്മൾ വർക്ക് പഠിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ മറ്റു ജോലിയിലൊക്കെ നമ്മൾ ഏർപ്പെട്ട ആളുകളാണ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റും, നമുക്കൊരു എനർജറ്റിക് ആകാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ ഐ കോഫിയിൽ ഈ ഒരു കോഫി ബീൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ കുറഞ്ഞ സമയം നമ്മുടെ ശരീരത്തിലേക്ക് ഇത് എത്തുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള കാലം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഹൈ ക്വാളിറ്റിയോട് കൂടി എനർജറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് വേങ്ങ, ഉലുവ പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇതിന് പ്രത്യേകത ഉണ്ട്. നമ്മളെ ഉലുവന്റെ ഒക്കെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കറക്റ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ ഈ വേങ്ങയും ഉലുവയും നമ്മുടെ ശരീരത്തിന് കണ്ടിന്യൂ കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാനും ഉൽപ്പാദിപ്പിച്ച ബ്ലഡിനെ കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ പമ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് അടങ്ങുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂ കുറഞ്ഞ സമയം ശരീരത്തിലേക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നുണ്ടാവും, സ്വാഭാവികമായിട്ട് ബ്ലഡിനെ ഉൽപ്പാദിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആരോഗ്യത്തിലേക്ക് അവിടെ തിരിച്ചെത്തുന്നുണ്ട്. ഇവിടെ ഡയബറ്റിക്കിന് ഷുഗർ മാറ്റുകയോ അതല്ലെങ്കിൽ ഷുഗറിനെ നിലവിൽ എന്താ പറയാ അസുഖം മാറ്റുക എന്ന് പറഞ്ഞ സിസ്റ്റം അല്ല നമുക്ക് ഇവിടെ വരുന്നത്. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചെടുക്കുകയാണ് കോഫിയിലൂടെ, ഐ കോഫി പറഞ്ഞ പ്രൊഡക്റ്റിലൂടെ നമ്മളെ കമ്പനി നമുക്ക് ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇതുപോലുള്ള ഡയബറ്റിക് പ്രോബ്ലംസ്, അതുപോലെ തന്നെ അമിത വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നമ്മളെ ഐ കോഫി. കാരണം അതിൽ ഏകനായകത്തിന്റെ കണ്ടന്റ് ഉണ്ട്. ഏകനായകത്തിന് പ്രത്യേകത കൂടി ഉണ്ട്. എന്താണ്? നമ്മളെ ആ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ഫാറ്റിനെ പുറന്തള്ളാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തന്നിട്ട് നമ്മൾ മുന്നേ നമ്മളെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ, നമ്മളെ യൗവനത്തെ, നമ്മളെ എന്താ സ്ഫുടമായിട്ടുള്ള നമ്മളെ ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള നമ്മളെ ഒരു കാലഘട്ടത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഇന്ന് വേൾഡിൽ അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഇന്ന് നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഐ കോഫി പറഞ്ഞ പ്രൊഡക്റ്റ്. 2 കാറ്റഗറിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഐ കോഫി ബ്ലാക്കും ഉണ്ട്, ഐ കോഫി ക്രീമറും ഉണ്ട്. ഇത് ഡയബറ്റിക് പേഷ്യന്റ്, പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഐ കോഫി ബ്ലാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോർമലി എന്താ പറയുക ചെറിയ പ്രീ ഡയബറ്റിക് കാറ്റഗറി, അതല്ലെങ്കിൽ ഡയബറ്റിക് വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അതുപോലെ നോർമൽ ഡയബറ്റിക് ഒന്നും ഇല്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐ കോഫി ക്രീമാണ്. അതിന്റെ പ്രത്യേകത എന്താ? അതിൽ പാലിന്റെ കണ്ടന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 പ്രൊഡക്റ്റിനും ഒരുപോലെ നമുക്ക് ശരീരത്തിന് ഗുണം കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. ഇന്ന് ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ വേൾഡ് വൈഡ് ആയിട്ട്? ഇന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇതിലൂടെ നടന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും ആദ്യം നോക്കുക. ഇന്ന് നമുക്ക് ഈ ഒരു നമ്മളെ ഐ കോഫി ആയാലും അതുപോലെ നമ്മളെ എല്ലാ പ്രൊഡക്റ്റുകളും ക്ലിനിക്കൽ ട്രയൽസോട് കൂടി ഇന്ന് ലോകത്ത് പരിചയപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ്. ഇത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവമാണ് ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽ ഗവൺമെന്റ് ഐഡന്റിഫൈ US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, അതുപോലെ ഇന്റർനാഷണൽ ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി പ്ലാറ്റ്ഫോം, ലോകാരോഗ്യ സംഘടന, UN, ഇതിന്റെ ഒക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതിലൊക്കെ അംഗീകാരം കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഐ കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കോഫിയോ അതല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു നേരം 2 നേരം എപ്പോഴെങ്കിലും ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ വെറുതെ കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റോ അല്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ കണ്ടിന്യൂ കഴിച്ചു കൊടുക്കാന്നുള്ള. കാരണം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിന് ആവശ്യത്തിലും അധികം അനാവശ്യമായിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷുഗർ
മധുരം, പഞ്ചസാര, ഈ ഒരു സാധനം നമ്മൾ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ പഞ്ചസാര എന്ന സാധനം ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങലില്ല. ഞാൻ വാങ്ങലില്ല. ഞാൻ അറിയാതെ എന്റെ ഉമ്മയും വൈഫും ഒക്കെ വാങ്ങുകയാണെങ്കിൽ മാത്രം അത് ഒരു മാസത്തേക്ക് മിനിമം 1 കിലോ പഞ്ചസാര ഉപയോഗിക്കുള്ളൂ. അതിലും കൂടുതൽ ഉപയോഗിക്കില്ല. 1 കിലോ. അത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങല്ല, വീട്ടിൽ മറ്റാരെങ്കിലും വാങ്ങാണ് അത് 1 കിലോ. അത് നമ്മളെ വീട്ടിൽ വരുന്നവർക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുമ്പോൾ മധുരമില്ലാതെ കൊടുക്കുമ്പോൾ ഒരു മോശമില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നത് മാത്രം. അതല്ലാതെ ഒരാളും കഴിക്കില്ല, വീട്ടിൽ ഒരാളും മധുരത്തെ കഴിക്കില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ആ സാധനം ഒഴിവാക്കണം. എന്നാൽ നമ്മളെ ശരീരത്തിൽ ഒരു 50% പ്രശ്നത്തിന് അവിടെ പരിഹരിക്കും. അതുപോലെ അരി ആഹാരമാണെങ്കിൽ കഴിയുന്നത് ഒരു നേരമൊക്കെ കഴിച്ചു കൊടുക്കുക. അത് ഉച്ചക്കാണ് ഏറ്റവും നല്ലത്. അത് മട്ട അരിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നമ്മള് മറ്റുള്ള മില്ലറ്റുകൾ ഉണ്ട്, ധാന്യവർഗ്ഗങ്ങൾ അല്ലെ, എന്താ പറയാ, രാഗി, ഓട്സ്, ചോളം, അത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു നേരെങ്കിലും നമ്മൾ കഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാവിലെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതുപോലെ ഈ ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക. പ്രത്യേകിച്ച് മധുരം അടങ്ങിയ ബേക്കറി ആണെങ്കിൽ തീരെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മൈദ അല്ലെ, ഇതിന് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് മൈദ എന്ന് പറയുന്നത്. ആ സാധനം നമ്മൾ കൊടുക്കരുത് ശരീരത്തിൽ. കാരണം അത് നമ്മൾ ഈ ചക്കന്റെ മുകളിലുണ്ടാവില്ല വിളഞ്ഞി എന്നൊക്കെ പറയുന്ന മാതിരി അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ ശരീരത്തിന്റെ എല്ലാ ഓർഗൻസിലും ആ സാധനം പോയി ഒട്ടിപ്പിടിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ, പ്രത്യേകിച്ച് ഐ കോഫി കഴിക്കുന്ന സമയമാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് വരും. ബെസ്റ്റ് റിസൾട്ട്, ഫാസ്റ്റ് റിസൾട്ട് വരും. നമ്മൾ ഐ കോഫി കഴിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന എന്താ പറയാ പേഷ്യന്റ്, പ്രത്യേകിച്ച് നമ്മളെ കസ്റ്റമർക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി ഐ കോഫി കഴിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട്, ഐ കോഫി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പൊ നെല്ലിക്ക കണ്ടില്ലേ, ആന്റി ഓക്സിഡന്റിന്റെ ഹബ്ബാണ് ആ സാധനം. അത് ഒരു ദിവസം ഒരു നേരെങ്കിലും കഴിച്ചു കൊടുക്കുക. കഴിയുന്നത് ഉച്ചക്ക് ഫുഡിന്റെ മുന്നേ ഒരു നേരെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു നെല്ലിക്ക കൂടി പോകരുത് കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഐ കോഫിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ കരിഞ്ജീരകം, ഈ 8 എണ്ണം കരിഞ്ജീരകം. അല്ലാതെ നമ്മളൊരു പൊടി ഒരു നുള്ളി അങ്ങനെ ഒന്നും വാടിയത്, എണ്ണ എടുക്കുക, 8 എണ്ണം എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടേക്കുക രാത്രി. എന്നിട്ട് ആ വെള്ളം നമ്മൾ മോർണിംഗിൽ ഭക്ഷണത്തിന് ശേഷമൊക്കെ നമ്മൾ കഴിച്ചു കൊടുക്കുക. ആ വെള്ളം കുടിക്കുക, ആ കരിഞ്ജീരകം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഹെൽത്തി ആയിട്ട് സപ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവം. അതുപോലെ കയ്പ, നമ്മൾ എന്താ പറയാ ഉപ്പേരിയിലെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും, അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ ശരീരത്തിലേക്ക് നല്ല വെള്ളം കൊടുക്കുക, വെള്ളം കുടിച്ചു കൊടുക്കുക. ഒരു 3-3.5 ലിറ്റർ വെള്ളം കുടിച്ചു കൊടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, മാലിന്യങ്ങളെ പുറന്തള്ള 2 ഓപ്ഷനുള്ളൂ. അത് ഏറ്റവും പെർഫെക്റ്റ് ആണ് യൂറിനും മോഷനും, മലമൂത്ര വിസർജനം. ഇത് കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ നടക്കുമ്പോഴാണ് വേസ്റ്റുകൾ പുറന്തള്ളുള്ളൂ. അതിന് നമ്മൾ നല്ല വെള്ളം കുടിച്ചു കൊടുക്കണം, എന്നാലേ ശരീരത്തിൽ ആ സംഭവം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുന്ന പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത് വെള്ളമാണ്. എല്ലാ ഓർഗൻസിനും അത് ആവശ്യമാണ്. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ നല്ല രീതിയിൽ കൊടുത്താൽ ഒരു മണിക്കൂറിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക. എന്നാൽ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിയും, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാൻ സാധിക്കും. അത് നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുക, ഡയബറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. അതുപോലെ നമ്മൾ രാവിലെ മോർണിംഗിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റെങ്കിലും ചെറിയ രീതിയിൽ വ്യായാമം ചെയ്ത് കൊടുക്കുക. കഴിയുകയാണെങ്കിൽ അരമണിക്കൂർ വ്യായാമം ചെയ്യണം, ഏറ്റവും നല്ല. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യന്റ് ശരീരത്തിൽ വ്യായാമം ചെയ്യുമ്പോഴാണ് ശരീരത്തിന്റെ എല്ലാ നാഡീ നരമ്പുകൾക്കും ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവുള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരീരത്തിൽ ഉണ്ടാക്കി കിട്ടാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ.